ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്. ഇന്ന് ഞാൻ അക്കൗണ്ടൻസിയുടെ +2 അക്കൗണ്ടൻസിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പറയുന്നത്. ഒരു ക്യാപ്സൂൾ പോലെ നിങ്ങളത് വിഴുങ്ങുക. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ ജയിക്കാം. നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്ററിൽ ജനറലായിട്ടുള്ള പാർട്ണർഷിപ്പിൻ്റെ ജനറൽ തിങ്സ് ആണ്. ഫസ്റ്റ് വൺ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. രണ്ട് നിങ്ങളതിൽ പഠിക്കേണ്ടത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്രെഡിറ്റ് ചെയ്യണം നെറ്റ് പ്രോഫിറ്റ്. മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡെബിറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ. ഇതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുക, ബാലൻസ് പാർട്ണേഴ്സ് ക്യാപിറ്റലിലേക്ക് മാറ്റുക. ഇത് മാത്രം ചോദിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് രണ്ട് മെത്തേഡ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ക്യാപിറ്റൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു പാർട്ണേഴ്സ് ആർ ആൾവേസ് ബി അഡ്ജസ്റ്റഡ് ഇൻ എ കറണ്ട് അക്കൗണ്ട്. അവിടെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കും, കറണ്ട് അക്കൗണ്ടിലാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന നെക്സ്റ്റ് പിന്നെ വരുന്നത് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നതാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. അഡ്മിഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വൺ ഈസ് എ റീവാലുവേഷൻ അക്കൗണ്ട്. Revaluation account is in this account two sides, debit side and credit side. Debits and credit side, increase in assets and decrease in liabilities always be credited, and decrease in asset and increase in liabilities always be debited. That is these are the two adjustments. Increase in asset and decrease in liabilities credited, opposite. Decrease in asset and decrease in liabilities always be debited. Balance is transferred to partners capital account. പിന്നെ അതാണ് റീവാലുവേഷൻ അക്കൗണ്ട്. അതിപ്പോൾ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്തിലൊക്കെല്ലാം നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് അതിൽ വരാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദറ്റ് ഈസ് അഡ്മിഷനിൽ റേഷ്യോ, ദറ്റ് ഈസ് സാക്രിഫൈസ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ആൻഡ് ദിസ് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ഓൺലി ഫോർ ദി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ ഗുഡ് വിൽ. ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ when ever a new partner bring goodwill in the firm, that goodwill is shared by the old partners in their sacrificing ratio, and which is always be credited to old partners capital account. നമ്മൾ എഴുതും ഗുഡ് വിൽ അക്കൗണ്ട് അറ്റർ, അതായത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്ത് നമ്മൾ എഴുതണം. ഇതാണ് ആ ചാപ്റ്ററിൽ വരാവുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയാണ് ഇതിൽ വരുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഇത്രയും മാത്രം പഠിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ. റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ. ഇതിൽ രണ്ടിൽ വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റിൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് എ അഡ്മിഷൻ വി ഹാവ് ടു പ്രിപ്പയർ ദി അക്കൗണ്ട് ദാറ്റ് ഇസ് കോൾഡ് റീവാലുവേഷൻ അക്കൗണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ആൾവേസ് ബി ദ സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് അഡ്മിഷൻ. ദർ ഇസ് നോ ചേഞ്ച്. But the next ratio is to be calculated, that is called a gaining ratio. Whenever a partner is retired, the portion of his profit can also be gained to the existing partners. Therefore, gaining ratio is equal to new ratio minus old ratio. ഇത് 4 മാർക്കിന് ചോദിക്കും. ഇനി ദിസ് ഗെയിനിങ് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ഓൺലി ഫോർ ദി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. പിന്നെ ഇതിൽ ചോദിക്കാവുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ ആണ്. അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ, അതായത് റിട്ടയറിംഗ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു റിട്ടയറിംഗ് പാർട്ണർ. റിട്ടയറിംഗ് പാർട്ണർക്ക് ഷെയർ കിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടയറിംഗ് പാർട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ടത് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് അല്ലെങ്കിൽ റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ. ആ ജനറൽ ചോദിക്കാൻ റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു റിട്ടയറിംഗ് പാർട്ണർ. അയാൾക്ക് കൊടുക്കേണ്ട വീതം, ഗുഡ്വില്ലിൻ്റെ വീതം കണ്ടുപിടിച്ച് ഗെയിനിങ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ ഗെയിനിങ് റേഷ്യോയും ദിസ് ഗുഡ് വില്ലുമാണ് ഇതിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നെ വരാം നമുക്ക് ചോദിക്കാൻ വന്നാൽ പ്രോബ്ലംസ് 8 മാർക്കിൽ ചോദിക്കാം. ഓർ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ ബാലൻസ് ഈസ് ആൾവേസ് ബി ട്രാൻസ്ഫർഡ് ടു ലോൺ അക്കൗണ്ടിലേക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളോട് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയും. ഹൗ ടു പ്രിപ്പയർ ദി ലോൺ അക്കൗണ്ട് ദാറ്റ് ഈസ് ആൾവേസ് ബി എക്സ്പ്ലെയിൻ ഇൻ ദ പ്രീവിയസ് ചാപ്റ്റേഴ്സ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങളതൊന്ന് കേട്ടാൽ മതി. നെക്സ്റ്റ് ഡെത്ത് ഓഫ് എ പാർട്ണർ. ഡെത്ത് ഓഫ് എ പാർട്ണറിൽ നമുക്കറിയാം ലൈക്വൈസ് ദാസ് ഇൻ ദ കേസ് ഓഫ് റീവാലുവേഷൻ നമുക്കറിയാം സെയിം അഡ്ജസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് വി ഹാവ് ടു പ്രിപ്പയർ ഓൺലി ദ ഡിസീസ്ഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 4 മാർക്കിൻ്റെ ഡിസീസ്ഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാളുടെ മാത്രം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ മതി. ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ ബാലൻസ് എഴുതണം, റിസർവിൻ്റെ ബാലൻസ് എഴുതണം, പിന്നെ ഗുഡ് വിൽ അയാളുടെ ഷെയറിൻ്റെ ഗുഡ് വിൽ എഴുതണം, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ആൾസോ ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഷെയർ ഓഫ് പ്രോഫിറ്റും അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് വരെയുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം.
ബിക്കോസ് മരിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിലും മരിക്കാം. അപ്പോൾ നമ്മൾ ആ മരിച്ചു പോകുന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റേ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ദെയർ ഫോർ ദാറ്റ് അവിടെ മാത്രം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുന്നതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എഴുതണം. ഡെബിറ്റ് ചെയ്യുന്നത് ഡ്രോയിങ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇയാളെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം 4 മാർക്കിൽ ചോദിക്കും. ബാലൻസ് നമ്മൾ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം. നിങ്ങളെല്ലാം നമുക്ക് എഴുതാൻ കിട്ടില്ല. എന്തെങ്കിലും ക്യാപിറ്റൽ ബാലൻസ് എഴുതാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതാം അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് സസ്പെൻസ് എഴുതാം അപ് ടു ഡേറ്റ് ഓഫ് ഡെത്ത്. അതിൽ മരിച്ചുകൊണ്ട് ദിവസം വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ വരാവുന്ന അയാൾക്ക് ഗുഡ് വിൽ ഉണ്ട്, ആ വീതം എഴുതാം. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അതിന് വീതം വരും. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ബാലൻസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് വരാവുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ്. ലാസ്റ്റ് ചാപ്റ്റർ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നത് ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്റ്റിങ്വിഷ് റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് ആൾസോ റിവാലുവേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. നമുക്കറിയാം റിയലൈസേഷൻ അക്കൗണ്ട് ഡിസൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഓൾ അസറ്റ്സ് വിച്ച് ആർ ടു ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ദ നമ്മൾ ഏത് സൈഡിലേക്ക് മാറ്റും, ദാറ്റ് ഇസ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി റിയലൈസേഷൻ അക്കൗണ്ട്. ലൈക്ക്വൈസ് ഓൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ക്യാൻ ആൾസോ ബി ട്രാൻസ്ഫർഡ് ടു ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് എ റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് എല്ലാ അസറ്റ്സും നമ്മൾ അതേ തന്നിരിക്കുന്ന വാല്യൂ അങ്ങനെ തന്നെ നമ്മൾ എഴുതാം. അതുപോലെ തന്നെയാണ് ലയബിലിറ്റീസ്, ഔട്ട്സൈഡ് ലയബിലിറ്റീസ് നമ്മൾ അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതാം. ഇനി വട്ട് എവർ മേ ബി ദി എമൗണ്ട് ഈസ് റിലേസ്ഡ് ഫ്രം ദി അസറ്റ്സ് വിച്ച് ആർ ആൾവേസ് ബി ക്രെഡിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. എത്ര എമൗണ്ട് ആണോ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അസറ്റ്സ് റിയലൈസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഏതെങ്കിലും അസറ്റ് ഏതെങ്കിലും പാർട്ണർ എടുത്താൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ലയബിലിറ്റീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടു ബാങ്ക് എന്നും പറഞ്ഞ് നമ്മൾ എഴുതണം. പാർട്ണറാണ് ഏറ്റെടുക്കുന്നത് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതണം. എക്സ്പെൻസ് ആണെങ്കിൽ ടു ബാങ്ക് എക്സ്പെൻസ് എഴുതാം. ബാലൻസ് ഈസ് ട്രാൻസ്ഫർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് എപ്പോഴും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ അതിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതൊക്കെ അതിൻ്റെ ബാലൻസ് എപ്പോഴും ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എഴുതി അത് ടാലി ചെയ്ത് പോകണേ. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാ പറയുക, പാർട്ണേഴ്സ് ലോൺ ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ വിച്ച് ആർ ആൾവേസ് ബി ട്രാൻസ്ഫർഡ് ടു ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് എ റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. പിന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഡിസ്റ്റിങ്വിഷ് തിയറി ക്വസ്റ്റ്യൻ, റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് റീവാലുവേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് ഈ നിങ്ങളുടെ ഇതിനോടനുബന്ധപ്പെട്ട് വേറെ ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒരു പക്ഷേ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മന്ത്, എല്ലാ മാസത്തിൻ്റെ ആദ്യമാണ് നമ്മൾ പിൻവലിക്കുന്നത്. അതിനൊരു കണ്ടുപിടിക്കുന്നത് ഒരു ഫോർമുലയുണ്ട്. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 6.5/12 ഇൻറ്റു റേറ്റ് ബൈ 100. ഒന്നുകൂടെ ഞാൻ പറയാം, വൺസ് മോർ നിങ്ങൾ ശ്രദ്ധിക്കുക, യു ആർ ലിസൺ. ദറ്റ് ഈസ് എ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ബൈ 100. Whenever the amount is withdrawn at the end of the month ആണെങ്കിൽ that means total drawings into 5.5/12 into rate by 100. Whenever amount is withdrawn at the middle of the month ആണെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 6/12 ഇൻറ്റു റേറ്റ് ബൈ 100. ഇതാണ് അതിൻ്റെ റേറ്റ്. ഇങ്ങനെയാണ് ഈ 3-ൽ ഏതെങ്കിലും പറയണം, അല്ലെങ്കിൽ 3 ചോദിക്കാറുണ്ട്. 4 മാർക്കിൻ്റെ ഇപ്പോൾ മോഡൽ എക്സാമിനേഷൻ ചോദിച്ചു നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരിക്കുക, അത് എഴുതേണ്ടതാണ്. മറ്റുള്ള ബിസിനസ് സ്റ്റഡീസും മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഇറ്റ് ഈസ് ആൾസോ ടഫ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ക്യാപ്സൂൾ മാത്രം പഠിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ നോക്കാം. പിന്നെ ഇതിൽ വരാവുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാര്യം പറഞ്ഞ് ഫോർമുല പഠിക്കുക. നെക്സ്റ്റ് ഇന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കാൽക്കുലേഷൻ ഓഫ് എ ഗുഡ് വിൽ. ദറ്റ് മീൻസ് ഗുഡ് വില്ലിൻ്റെ 3 മെത്തേഡ്സ് നിങ്ങൾ ഓർത്തിരിക്കാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ആ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ തന്നെ ഉണ്ട് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഈ ഇത്രയും മാത്രമാണ് ഈ വർഷത്തെ അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള തിയറി. ഓൺലി 10 മിനിറ്റ് ഇതുള്ളൂ. അത് കൃത്യമായിട്ട് പഠിക്കുക, എല്ലാവരും ഭംഗിയായിട്ട് എഴുതുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസും മാത്രം നിങ്ങൾ എഴുതി വയ്ക്കുക. പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു, അഡ്മിഷനിൽ നിന്നോ റിട്ടയർമെൻറ്റിൽ നിന്ന് കമ്പൽസറി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നെക്സ്റ്റ് ഡിസൊല്യൂഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്.